പൊറോട്ടയും ബീഫ് കറിയും നമ്മൾ മലയാളികളുടെ ഒരു വികാരമാണ്. അതേപോലെ നല്ല ചൂട് ചോറും ബീഫ് കറിയും ഉണ്ടെങ്കിൽ എനിക്ക് അത് മതി. അപ്പോൾ ഇന്ന് ബീഫ് കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അപ്പോൾ അതിനായി ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുന്നു. കടുകെല്ലാം പൊട്ടി വന്നതിന് ശേഷം വറ്റൽ മുളകും കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. ആ ആവിയിലിരുന്നിട്ട് ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വാടി വരണം. അപ്പോൾ 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഉള്ളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളാണ് ചേർക്കേണ്ടത്. അതിനായിട്ട് 2 സ്പൂൺ ബീഫ് മസാലയും 1 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. തീ കുറച്ച് വെച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ, പൊടികളൊന്നും കരിഞ്ഞു പോകരുത്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ബീഫ് ഓൾറെഡി കുക്കറിൽ ഒരു 6 വിസിൽ അടുപ്പിച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. ബീഫ് വേവിക്കാൻ ആവശ്യമായ വെള്ളവും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ടാണ് നമ്മൾ വേവിച്ചത്. ഇനി ആ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് നമ്മൾ ഇടുകയാണ്, മുഴുവനായും ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ആ ബീഫിൻ്റെ വെള്ളവും എല്ലാം ഇതിലേക്ക് തന്നെ ചേർക്കുന്നുണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മസാലകളൊക്കെ ആ ബീഫിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 20 മിനിറ്റ് അടച്ച് വെച്ച് തന്നെ വേവിക്കണം. ഇടയിലൊന്ന് തുറന്നു നോക്കിയതിന് ശേഷം ഒരു തക്കാളിയും കൂടെ ഞാൻ അരിഞ്ഞ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. മസാലയൊക്കെ കുറുകി നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ആ മണം കിട്ടുമ്പം തന്നെ നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇങ്ങനെ ബീഫ് കറിയൊക്കെ ഒഴിച്ച് കഴിക്കാനുള്ള കൊതി വരുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇനി ബീഫ് വാങ്ങിക്കുമ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. അതേപോലെ തന്നെ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.